ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Capsicum ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണാറുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് അടിപൊളിയായിട്ടൊരു കളർഫുൾ സ്വീറ്റ് ബോൾസ് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ കളർ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണാറുള്ള ഒന്നാണ് നമ്മുടെ ചുവന്ന ചെമ്പരത്തി പൂവ്. അത് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതളുകളെല്ലാം നമുക്കൊന്ന് അടർത്തിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ഇതളുകളൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ നമുക്ക് ചൂടുവെള്ളത്തിൽ പൂ വിട്ട് വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പൂ എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് കളർ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു തവി ഗോതമ്പ് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്പരത്തിയിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കളർ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ ഒരു ലൈറ്റ് പിങ്ക് കളർ ഷെയ്ഡ് നമുക്ക് മാവിന് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ 1 കപ്പ് ക്യാരറ്റ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു തവി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റിന്റെ പേസ്റ്റ് ആവശ്യത്തിന് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് വേവിച്ച ബീട്രൂട്ട് ആണ്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 തവി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ബീട്രൂട്ടിന്റെ പേസ്റ്റ് കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റെഡ് കളർ മാവ് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1.5 തവി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അതിനെ കുഴച്ചെടുക്കാം. കളറൊന്നും ചേർക്കാതെ തന്നെ വൈറ്റ് കളറിൽ നമ്മൾ സാധാ രീതിയിൽ കുഴയ്ക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പിലാക്കി പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ 4 കളറിൽ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ അല്പം ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഇതിനെല്ലാം നമുക്ക് ചെറിയ ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം.
എല്ലാ കളേഴ്സും നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ബോളുകളാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാത്രം വെക്കാം. അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബോൾസ് നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഇനി നല്ലപോലെ വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ബോൾസ് എല്ലാം നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ബോൾസ് എല്ലാം ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരണം. നല്ലപോലെ ഒന്ന് തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കളർഫുൾ സ്വീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയുമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ഞങ്ങളുടെ ഈ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.